വൈറ്റ് ഹൗസിലെ പുതിയ കാൽപ്പെരുമാറ്റം ലോകരാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന ഇളക്കവും അനക്കവുമാണ് വാർത്താ ഇടനാഴികളിലെ ചൂടുള്ള സംഗതി. ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമായി തുടങ്ങിയ ട്രംപ് നിർത്തിയിട്ടേയില്ല. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥയും ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള എതിർപ്പും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്നുള്ള പിന്മാറ്റവും ഒരു തുടക്കം മാത്രമാണ്. അണിയറയിൽ വലുത് വേറെ ഒരുങ്ങുന്നുണ്ടെന്ന് സാരം. ഇന്നും അതിന് തുടർച്ചകളുണ്ട്. തീവ്ര വംശീയതയിലും ദേശീയതയിലും ഊന്നിയ നയനിലപാടുകൾ ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ ഗുരുതരമായി ബാധിക്കുമ്പോൾ പോയ മണിക്കൂറുകളിൽ രാഷ്ട്രീയ വ്യാപാര മേഖലയിൽ ട്രംപ് ഉണ്ടാക്കിയ പ്രകമ്പനങ്ങളിലേക്ക് വിശദമായി കടക്കുകയാണ് ന്യൂസ് ഡീകോഡ്. ട്രംപ് ഇംപാക്ട്സ്. അതായത് ട്രംപ് വന്നതിന് ശേഷം ഇപ്പോൾ മണിക്കൂറുകൾ മാത്രമേ പിന്നിടുന്നുള്ളൂ. വൈറ്റ് ഹൗസിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും നിലപാടുകളും നമ്മുടെ മുന്നിലുണ്ട്. അത് കഴിഞ്ഞും ഓരോ മണിക്കൂറുകളിലും വൈറ്റ് ഹൗസിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അത് ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ ഒന്നായി മാറ്റിമറിക്കുകയോ സ്വാധീനിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രംപ്. യുക്രൈൻ യുദ്ധം അതിവേഗം അവസാനിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിന് അന്ത്യശാസനം പോലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ റഷ്യ നേരിടേണ്ടി വരും എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആ പ്രത്യാഘാതം എന്തായിരിക്കും, എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. റഷ്യക്ക് ഉപരോധ മുന്നറിയിപ്പാണ്. ഉപരോധം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലും അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലും ഇറക്കുമതി ചെയ്യുന്നതിനുള്ള വിലക്കും ഒപ്പം തീരുവ ഉയർത്തലും, നികുതി വർധനവും തീരുവ ഉയർത്തലും ഒപ്പം ഈ ഇറക്കുമതിക്കുള്ള വിലക്കുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉപരോധ മുന്നറിയിപ്പായി ട്രംപ് റഷ്യക്ക് നൽകിയിരിക്കുന്നത്. അതായത് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പേ തന്നെ യുക്രൈനിൽ താൻ സമാധാനം കൊണ്ടുവരും, ഗസയിൽ സമാധാനം കൊണ്ടുവരും എന്ന് നേരത്തെ തന്നെ വാഗ്ദാനം നൽകിയതാണ് ട്രംപ്. ഗസയിൽ അദ്ദേഹം വരുന്നതിന് മണിക്കൂറുകൾക്ക് തൊട്ട് മുൻപേ തന്നെ വെടിനിർത്തൽ വന്നു. ഇനി യുക്രൈനാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. ആ നിലക്കാണ് ഇപ്പോൾ പുടിൻ എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുക്രൈനിൽ യുദ്ധം വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉപരോധമടക്കമുള്ള നികുതി വർധനമടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും പുടിൻ. അതുകൊണ്ട് വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള മുന്നറിയിപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകുന്നു. ഗസയുടെ കാര്യത്തിൽ പക്ഷേ ട്രംപ് ഇസ്രായേലിനും സയണിസത്തിനും ജൂത ലോബിക്കും മുന്നിൽ വഴങ്ങുന്നതിന്റെ സൂചനകൾ കൂടി കാണുകയാണ്. ഗസയിൽ വെടിനിർത്തൽ തുടരുന്നതിൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്. വലിയ ആശ്വാസത്തിലും വലിയ സ്വസ്ഥതയിലുമാണ് ഇപ്പോൾ ഗസ നിവാസികൾ ഉള്ളത്. പക്ഷെ അതിന് ആദ്യഘട്ടം മാത്രമേ, വെടിനിർത്തലിന്റെ ആദ്യഘട്ടം മാത്രമേ ഈ ഘട്ടത്തിൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൂ. 2-3 ഘട്ടങ്ങളുണ്ട്. പക്ഷെ 2-3 ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് അത്ര കണ്ട് പ്രതീക്ഷയില്ല എന്നുള്ള ഒരു പ്രശ്നഭരിതമായ ഒരു പ്രതികരണം കൂടി ട്രംപ് നടത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ വെടിനിർത്തൽ തുടർന്ന് പോകുന്നതിൽ പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ തനിക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല എന്നുള്ള ഒരു പ്രശ്നാധിഷ്ഠിതമായ ഒരു പ്രതികരണം കൂടി ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രഖ്യാപനം ഹൂത്തി വിമതരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ ട്രംപിന്റെ ആദ്യ അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് നേരത്തെ ഭരണത്തിൽ വന്ന സമയത്ത് അവസാന വർഷങ്ങളിലാണ് ഹൂത്തികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് ട്രംപ്. പിന്നീട് ബൈഡൻ വന്നപ്പോൾ ആ തീരുമാനം റദ്ദാക്കുകയും ഹൂത്തികളെ ഭീകരരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഗസയിൽ യുദ്ധം അതായത് ഗസയ്ക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുകയും അതിന് മറുപടി എന്നോണം ഹൂത്തികൾ ചെങ്കടലിൽ ഇസ്രായേലി കപ്പലുകളെയും അമേരിക്കൻ കപ്പലുകളെയും ഒക്കെ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഹൂത്തികളെ ഭീകര പട്ടികയിൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പെടുത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും ട്രംപ് വന്നതിന് പിന്നാലെ ഹൂത്തി വിമതരെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. സൗദി ഭരണാധികാരിയുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നു. അതായത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഒരു വിദേശ ഭരണാധികാരിയുമായി ആദ്യം നടത്തുന്ന ചർച്ച സൗദി ഭരണാധികാരി കിങ് സൽമാനുമായിട്ടാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ സംഗതി. വെച്ചാൽ നേരിട്ടുള്ള ഒരു ചർച്ചയായിരുന്നില്ല, അത് ഫോണിൽ സംസാരമാച്ചു. പക്ഷെ ഫോണിലുള്ള സംസാരമാണെങ്കിൽ കൂടിയും അതിനായി ആദ്യം തെരഞ്ഞെടുത്ത വ്യക്തി സൗദി ഭരണാധികാരിയാണെന്നുള്ളത് ശ്രദ്ധേയമായ സംഗതിയാണ്. നേരത്തെ ആദ്യ ഭരണകൂടത്തിൽ വെച്ചാൽ ട്രംപ് ആദ്യഘട്ട ഇതിനു മുമ്പ് 5 വർഷം മുമ്പ് അധികാരത്തിൽ വന്നപ്പോഴും ആദ്യം സന്ദർശിച്ച രാജ്യം സൗദിയായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞത് കൗതുകവും വിചിത്രവുമായ ഒരു വിശദീകരണമായിരുന്നു അതിന് നൽകിയത്. കാരണം താൻ ഒരു നിശ്ചിത സംഖ്യക്കുള്ള അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് സൗദിയോട് ആവശ്യപ്പെട്ടു. അത് വാങ്ങിയാൽ ആദ്യം സന്ദർശിക്കുന്ന രാജ്യം സൗദി ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് വാങ്ങാൻ സൗദി തയ്യാറാകുന്നു. അങ്ങനെ താൻ അത് സന്ദർശിച്ചു. ഇപ്പോഴും
ഈ രണ്ടാം വരവിലും താൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് സൗദിക്ക് മുമ്പിൽ. അതവർ സമ്മതിക്കുകയാണെങ്കിൽ ആദ്യം താൻ സന്ദർശിക്കുന്ന രാജ്യം സൗദി തന്നെയായിരിക്കുമെന്ന് വീണ്ടും ട്രംപ് പറഞ്ഞതായുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്ന ഒരു സമയം കൂടിയാണ്. ഇനി വ്യാപാര മേഖല, ഇപ്പോൾ രാഷ്ട്രീയ മേഖലകളിൽ ട്രംപിന്റെ രണ്ടാം വരവുണ്ടാക്കുന്ന ചലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തെങ്കിൽ വ്യാപാര മേഖലയിലും വലിയ ഇളക്കങ്ങളും പ്രകമ്പനങ്ങളും ഉണ്ടാകുന്നു ട്രംപിന്റെ രണ്ടാം വരവിൽ എന്നുള്ളതാണ്. ഡീഡോളറൈസേഷൻ, അതായത് ഡോളറിന്റെ വില കൂട്ടുന്നതിന്, ഡോളറിന് കരുത്തു കൂട്ടുന്നതിന് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും നിലപാടുകളും അദ്ദേഹം എടുക്കുന്നു. അത് മറ്റുള്ള കറൻസികളെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നുള്ള ചിത്രം കൂടി കാണണം. അതിന് പിന്നാലെ തന്നെ സ്വർണ്ണവില റെക്കോർഡിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു. 60,000 കടന്നിരിക്കുന്നു ഇന്ത്യൻ വിപണിയിൽ, കേരള വിപണിയിലൊക്കെ സ്വർണത്തിന്റെ വില. അതായത് വാണിജ്യ മേഖലയിൽ ഇദ്ദേഹത്തിന്റെ ഇനി വരാനിരിക്കുന്ന വാണിജ്യ നയങ്ങൾ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുമെന്ന് ലോക വ്യാപാര മേഖലയിൽ തന്നെ വലിയ ചർച്ചകളുണ്ട്. അപ്പോൾ ഒരു സുരക്ഷിതമായ നിക്ഷേപം എന്നുള്ള രീതിയിൽ നിക്ഷേപകരൊക്കെ കാര്യമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സ്വർണത്തിന് വലിയ തോതിൽ റെക്കോർഡ് വിലയിലേക്ക് കുതിക്കുന്നത്. അപ്പോൾ വ്യാപാര മേഖലയിലും ഈ രണ്ടാം വരവുണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ വലുതാണ്. നികുതി ഭീഷണി ചൈനയ്ക്ക് പണിയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഫെബ്രുവരി മുതൽ 10% ഇറക്കുമതി ചുങ്കം ചുമത്തുന്നത് പരിഗണിക്കുമെന്ന് ട്രംപ് ഒരു ഭീഷണി എന്നോണം മുഴക്കിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ അതിമാരകമായ മയക്കുമരുന്ന് മെക്സിക്കോയും കാനഡയും വഴി ചൈന അമേരിക്കയിൽ എത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ നീക്കം എന്നുകൂടി കാണണം. ചൈനയ്ക്ക് മാത്രമല്ല മെക്സിക്കോക്കും കാനഡയ്ക്കും 25% ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന പ്രഖ്യാപനം കൂടി ട്രംപ് നടത്തുന്നുണ്ട്. അത് ഒരേ സമയം മെക്സിക്കോക്കും കാനഡയ്ക്കും ഒപ്പം ചൈനയ്ക്കുമുള്ള പണിയാണെന്നും കൂടി ഓർക്കണം. ടിക്ടോക്കിന്റെ കാര്യത്തിലും ടിക്ടോക്ക് ലോകത്തെ ഏറ്റവും വലിയ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ്. അത് ചൈനീസ് കമ്പനി ഓൺ ചെയ്യുന്ന ഒരു ആപ്പും കൂടിയാണ്. അമേരിക്കയിലും അത് വലിയ തോതിൽ പ്രചാരത്തിലുള്ള ഒരു ആപ്പും കൂടിയാണ്. അപ്പോൾ ട്രംപ് വരുന്നതിന് പിന്നാലെ തന്നെ ഈ ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിക്കുമെന്നുള്ളൊരു വാർത്തകൾ ഇതിനകം പറഞ്ഞിരുന്നു. സോഫാർ ഈ സമയം അതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ടിക്ടോക്കിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക അതിന്റെ മുതലാളിമാർക്ക് തന്നെയുണ്ട്, അതായത് അമേരിക്കയിൽ ഈ ആപ്പിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അതായത് എക്സ് ഉടമ എലോൺ മസ്ക് അത് വാങ്ങുന്ന കാര്യത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എലോൺ മസ്കിനെ പോലെയുള്ള ഒരു അമേരിക്കൻ വ്യവസായി അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കമ്പനി അത് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, അമേരിക്കയിൽ പ്രവർത്തിക്കാം, ഇല്ലെങ്കിൽ അത് അമേരിക്കയിൽ അടച്ചുപൂട്ടണമെന്നുള്ളൊരു നിലപാടാണ് ട്രംപ് സ്വീകരിക്കുന്നത്. മെക്സിക്കോക്കും കാനഡക്കും വേറെ പണിയക്കാരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതായത് ഇറക്കുമതി മെക്സിക്കോക്കും കാനഡക്കും അമേരിക്കയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ 25% അധിക തീരുവ ഏർപ്പെടുത്തുന്ന കാര്യം കൂടി പരിഗണിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തിരിച്ചടി നൽകുമെന്ന് കാനഡ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ കാനഡയിൽ നിന്നും എണ്ണ ഉൾപ്പെടെയുള്ള നിരവധി വസ്തുക്കൾ അമേരിക്കയിലേക്കും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിനൊക്കെയുള്ള ചുങ്കവും തീരവും അവരും കൂട്ടുമെന്നുള്ളൊരു തിരിച്ചടി ആഗോള സാമ്പത്തിക ഫോറത്തിൽ കാനഡയും നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇതൊരു നികുതി യുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ ട്രംപ് അധികാരമേറ്റ് മണിക്കൂറുകൾക്ക് ശേഷം മാത്രം ഇങ്ങനെ ഒരു നികുതി യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയാണ്. മുന്നറിയിപ്പുമായി ലോക സാമ്പത്തിക ഫോറം, അതായത് ഈ നികുതി യുദ്ധം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കും, ഒപ്പം നിക്ഷേപം ശോഷിപ്പിക്കുന്നൊക്കെ, വിതരണ ശൃംഖല അപ്പാടെ തകർക്കുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് ഇതിനകം ആഗോള സാമ്പത്തിക ഫോറം അമേരിക്കയ്ക്കും ട്രംപിനും നൽകുകയും ചെയ്യുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. എന്തായാലും ട്രംപ് വന്ന് മണിക്കൂറുകൾ മാത്രമേ പിന്നിടുന്നുള്ളത്. ലോകരാഷ്ട്രീയത്തിലും വാണിജ്യ മേഖലയിലും ഒക്കെ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും ഇളക്കങ്ങളും ചെറുതല്ല. ഇതിന്റെ അനുരണനങ്ങൾ തുടർച്ച എന്തായിരിക്കും എന്നുള്ളതാണ് ആശങ്കയുടെ ഉറ്റുനോക്കേണ്ട കാര്യം. ബി കെ സുഹൈൽ ന്യൂസ് ഡെസ്കിൽ ചേരുന്നുണ്ട്. സുഹൈൽ, ഇന്നിപ്പോൾ ഹൂത്തികളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത് നേരത്തെ തന്നെ ചെയ്തതാണ്. അതുൾപ്പെടെ ലോകരാഷ്ട്രീയത്തിൽ ഈ മണിക്കൂറുകൾക്ക് മുമ്പേ അദ്ദേഹം എടുത്ത നയനിലപാടുകൾ, പ്രഖ്യാപനങ്ങൾ, അത് ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അതിൻ്റെ ഒരു തുടർച്ച, അനുരണനങ്ങൾ എന്തായിരിക്കും? വ്യാപാര മേഖലയിൽ ഏതൊക്കെ തരത്തിലുള്ള ഗതിവിഗതികൾക്കാകും ഈ നികുതി യുദ്ധം കാരണമാവുക? സൈഫുദ്ദീൻ, ഏറ്റവും പുതിയ വാർത്തയിൽ നിന്ന് തുടങ്ങാം. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് റഷ്യ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പുടിൻ്റെ ഒന്നാമത്തെ ഭീഷണിയും അതേപോലെ തന്നെ പ്രലോഭനവും ഒരേ സമയത്തുണ്ടായിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകണം റഷ്യ എന്നുള്ള, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തും എന്ന ആ ഭീഷണിക്ക് മുമ്പിൽ ഇപ്പോൾ ഏതായിരുന്നാലും പുടിൻ വഴങ്ങുകയാണ്. പുടിൻ പറയുന്നു ഏത് അവസരത്തിലും US പ്രസിഡന്റുമായി അടക്കം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ക്രെംലിൻ അറിയിക്കുന്നത്. ഈ വാർത്ത വരുന്നതോടൊപ്പം തന്നെ അതിനോട്
സഹകരിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും ഇപ്പോൾ യുക്രൈനും വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചാലും യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകം എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വിദേശ നയം അത് സ്വാഭാവികമായും അംഗീകരിക്കപ്പെടാനുള്ള എല്ലാ സാധ്യത അന്താരാഷ്ട്ര രംഗത്തും അതേപോലെ തന്നെ ആഭ്യന്തര രംഗത്തും ഉണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വലിയ ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം, പല അന്താരാഷ്ട്ര വേദികളിൽ നിന്നും പിന്മാറുന്നത് പലതരത്തിലും ലോകത്തെ ബാധിക്കും. പ്രത്യേകിച്ചും WHO എന്നുള്ള പിന്മാറ്റം, അതേപോലെ തന്നെ പാരീസ് കാലാവസ്ഥ ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം, അത് ലോകത്തിൻ്റെ തന്നെ ആരോഗ്യത്തെയും അതേപോലെ തന്നെ പാരിസ്ഥിതിക ആരോഗ്യത്തെയും ബാധിക്കുന്ന കാര്യമാണ്, ഭൂമിയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേപോലെ ആഭ്യന്തര രംഗത്ത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പൗരത്വ നയം എന്നുള്ളത്. പൗരത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാലം അമേരിക്ക അനുഭവിച്ചിരുന്ന ഒരു സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ അവർക്ക് അമേരിക്കൻ പൗരത്വം നൽകുക എന്നുള്ളത് അവിടെയുള്ള വലിയ ഒരു അവകാശമായി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജനിച്ച കുട്ടിയുടെ അമ്മ അമേരിക്കൻ പൗരയോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പൗരത്വം ലഭിക്കൂ എന്ന സ്ഥിതി വരുമ്പോൾ ഇന്ത്യക്കാർക്കടക്കം വലിയ ആശങ്കയിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു വർഷം 1.5 ലക്ഷത്തോളം ആളുകൾ ഇതേപോലെ ഈ ബർത്ത് റേറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള വലിയ ആശങ്ക വരികയാണ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്ത എന്ന് പറയുന്നത് ഫെബ്രുവരി 20 ഇതിന് ടൈം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ പല സ്ത്രീകളും ഫെബ്രുവരി 20 മുമ്പ് എങ്ങനെയെങ്കിലും തരത്തിൽ